കറക്റ്റ് ടൈമാ. ആരുമില്ലേട്ടാ. ടെൻഷനുണ്ടോ? ടെൻഷനുണ്ടോ? എനിക്കില്ല, അച്ഛനുണ്ട്. എന്ത് പെൻഷൻ? പെൻഷൻ കോപ്പേ, നിനക്ക് ടെൻഷൻ ഉണ്ടാകും. എനിക്ക് എന്തിനാ ടെൻഷൻ? ഇല്ലാതില്ല, ചെറിയൊരു ടെൻഷൻ. അല്ല, കള്ളനായതുകൊണ്ട് ടെൻഷൻ ഉണ്ടാന്ന് ഞാൻ ചോദിച്ചു. നിനക്ക് ടെൻഷൻ ഉണ്ടോ? എനിക്ക് എന്തിനാ ടെൻഷൻ? ഞാൻ ആദ്യമായിട്ടല്ല ഈ കള്ളത്തരങ്ങൾ ചെയ്യണത്. 50 പവന്റെ സ്വർണ്ണമാണ് പെണ്ണിന് കൊടുക്കണത്. അതെന്തായാലും അലമാരിലുണ്ടാവും. നീ നിന്റെ ഒരൊറ്റ കേസിനാണ് ഞാൻ സാറിനെ പോക്കറ്റ് അടിയായിട്ട് നടന്ന് എന്നെ പിടിച്ച് സ്വർണ്ണം കഴിക്കാണ്ട് കൊണ്ടുവന്ന്. നീ 50 പവൻ കിട്ടിയാൽ നമുക്ക് സുഖമായിട്ട് ജീവിച്ചുകൂടെ? സംഭവം ശരിയാണ്, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തും കേട്ടെ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാന്യമായിട്ട് ആൾക്കാരെ പറ്റിച്ചുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ഞാൻ കഴിഞ്ഞു. അത് നീ നിർത്തിക്കോ. ഈ 50 പവൻ കിട്ടും. അതെ, ആ കടയിൽ ചോദിച്ചപ്പോ ചെറുക്കന്റെ വീട് എവിടെയാന്നാ പറഞ്ഞത്? കോട്ടയത്ത്. കോട്ടയത്ത്. വേറൊരു കേസുണ്ട്. ഇതിപ്പോ നമ്മൾ ഈ വീട്ടിൽ മോട്ടിക്കാമെന്നേ, ഈ വീട്ടിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആരാ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അതൊക്കെ ഞാൻ പറഞ്ഞോളാം, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നിന്റെ ഒറ്റ ഇതിലാട്ടെ എനിക്ക് ദൈവം എന്റെ കൂടെയാണ്. ഉറപ്പാണോ? എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞോളാം. എനിക്കത് മതി മോനെ. ദൈവം എന്റെ കൂടെയാണെന്ന് പറഞ്ഞ വെറുതെ അല്ല. വേണ്ട വായിക്ക്. ആര് ദൈവം? എവിടെ? ഇല്ലേ, ഡെസ്കിന്റെ പുറത്ത്. ഡെസ്കിന്റെ പുറത്ത് ദൈവോ? എവിടെയാണ്? എടാ, കല്യാണക്കുറി ഇരിക്കണ ഇങ്ങനെ എടുത്താ ഫുൾ അഡ്രസ് ഇപ്പൊ തന്നെ കിട്ടുകയല്ലേ? പിന്നെ കുഴപ്പമില്ല. വായിച്ചേ. ഇംഗ്ലീഷാ? വെൽക്കം. അത് സ്വാഗതം എന്നല്ലേ, വീട്ടുപേരും ആളുടെ പേരും അഡ്രസ്സും വായിര്. മടോദരം പിള്ള. എവിടെ? മനോഹരം പിള്ള ആണോ? ദേ ഈ പുള്ളിക്കാരൻ്റെ ആണിനെ കല്യാണം കഴിച്ചേക്കുന്ന ദേ രാധാരവി. ഓ, രമാദേവി. പെങ്കൊച്ചിന്റെ പേര് സിമ്പിളാ, സൗമ്യ. സൗമ്യ, അത് കുഴപ്പമില്ല. ദേ കരുണൻ. കരുണനല്ല, കിരൺ. കിരൺ. ഇത് കുഴപ്പമില്ല. പേരും അഡ്രസ്സും കിട്ടിയാ. ഇനി ആരെങ്കിലും വന്ന് ഈ അഡ്രസ്സ് നമുക്ക് വെച്ച് കീച്ചാൻ പാടില്ല, കല്യാണം വിളിച്ചാൽ നീ ഏറ്റവും ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം, നീ പേടിക്കണ്ട.